ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ലേറ്റായി ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് റെഡിയാവാൻ പറഞ്ഞതുകൊണ്ട് കണ്ണിൻ്റെ ഉള്ളിലേക്കൊക്കെ ഐലൈനർ പോയിട്ട് കണ്ണൊക്കെ റെഡായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബാങ്കിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് എത്തിയത് വേറെ എവിടേക്കോ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് മുള്ളേരിയയിലാണ്. അപ്പോൾ നമ്മുടെ കിയാരൻ്റെ ഫസ്റ്റ് ബാങ്ക് വിസിറ്റാണ് ഇത്. അപ്പോൾ ആൾ ഇവിടെ എത്തിയതിന് ശേഷം ഫുൾ ഇങ്ങനെ എന്തൊക്കെയോ നോക്കിയിട്ട് എന്തൊക്കെയോ സൗണ്ടൊക്കെ ആക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. ഇവിടുത്തെ മാനേജർ ഒരു ഹിന്ദിക്കാരനായിരുന്നു. അപ്പോൾ ഹസ്ബൻഡും അയാളും എന്തൊക്കെയോ ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നത് ഇവളുടെയും കൂടി ഒരു ആവശ്യത്തിനാണ്. അപ്പോൾ ഇവർക്ക് അന്ന് ബർത്ത്ഡേക്ക് പപ്പയും അമ്മയും തന്ന ആ ഒരു 50K റുപ്പീസ് ഇവളുടെ ഒരു അക്കൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അതാവുമ്പോൾ ആ ഒരു ക്യാഷ് ഇവളുടെ പേരിൽ ആ ഒരു അക്കൗണ്ടിൽ തന്നെ അവിടെ ഉണ്ടാവും. അങ്ങനെ ബാങ്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്രോപ്സ് ഇവളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് കുറേ സമയം ഇതിൽ തന്നെ കളിക്കും. അപ്പോൾ ഇപ്പം എനിക്കത് വീട്ടിൽ വെക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അതും പിടിച്ച് കളിക്കുവാണ്. അത് കഴിഞ്ഞ് ആൾ നല്ല ഉറക്കിലുമാണ്. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് നേരെ വന്നത് അടൂരാണ്. അപ്പോൾ ഇത് കിയാരയ്ക്ക് നല്ല ഉറക്കമാണ്. അപ്പോൾ ഹസ്ബൻഡ് ക്ലിനിക്കിലേക്ക് വേണ്ട കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ അടൂർ മുകളിൽ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടുള്ളതാണ്. ആള് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഡസ്റ്റ്ബിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് വേഗം ഫുഡ് കഴിച്ചതുകൊണ്ട് ഇപ്പം നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ ബൺസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പോയിട്ട് കഴിക്കണം. നല്ല ടയർഡ്നെസ് ഉണ്ട്. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ വിറക്കുന്ന പോലെയൊക്കെ ആവുന്നുണ്ട്, ടയേർഡ് പോലെ. ഇവിടെ ഇന്ന് രാവിലെ നേരെ കഴിച്ചിട്ടൊന്നുമില്ല ഫുഡ്. വാ തുറക്കുന്നേ ഉണ്ടായിട്ട. ഫുഡ് കൊടുക്കുമ്പോൾ വാ പൂട്ടിയിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് നേരെ ഫുഡൊന്നും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ പോയിട്ട് കൊടുക്കണം. ഇതാണ് കേട്ടോ ബൻസ്. ഇതെനിക്കിങ്ങനെ പ്ലെയിൻ കഴിക്കാനാണ് ഇഷ്ടം. ചിലർ ഇതിന് ചട്നിയും സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് അങ്ങനെ. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. ഇത് ബാംഗ്ലൂർ സ്പെഷ്യലാണെന്ന് തോന്നുന്നു ബൻസ്. പിന്നെ കാസർഗോഡ്, കണ്ണൂർ അങ്ങോട്ടൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ അവിടെ ചോദിച്ചിട്ട് ഇത് ഇല്ലയെന്ന്. അവർക്കിതറിയില്ല എന്താന്ന്. അപ്പോൾ എനിക്കിപ്പോൾ ആ 2 ബൺസ് കഴിച്ചിട്ട് ഞാൻ ഓക്കെ ആയി. അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. അവളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. വെറുതെ ഉറക്കം എണീപ്പിച്ചിട്ട് ആൾ ലാസ്റ്റ് മൂളിക്കൊണ്ടൊക്കെ ഇരിക്കും. അതുകൊണ്ട് വിളിക്കുന്നൊന്നുമില്ല. എണീച്ചു. ഇവിടെ ഒരാളെ ഞാൻ ഫുഡ് കൊടുക്കാൻ ഇരുത്തിയിട്ടുണ്ട്. കഴിക്കോ ഇല്ലയോന്ന് അറിയില്ല. തമ്പാച്ചി കൊടുത്തു, തമ്പാച്ചി. അപ്പോൾ ഇവക്കുള്ളത് ദോശ. ഇത്രയൊന്നും കഴിക്കില്ല. പിന്നെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ ഈ ഒരു വറവും. ഇരിക്ക് നേരെ ചാരിട്ടിരിക്ക് കസരക്ക് ചാരിട്ടിരിക്ക് കസരക്ക്. താഴെ വീണോ? കാല് താഴെ വീണോ? ചാരിട്ടിരിക്ക് കസരക്ക്. ഗുഡ് ഗേൾ ആയിട്ടുണ്ട്. ഗുഡ് ഗേൾ എടുത്തു. ഗുഡ് ഗേൾ. പിന്നെ നമ്മൾ താഴെ വന്നു. അപ്പോൾ ഇവിടെ കുറച്ച് റിനോവേഷൻ നടന്നിട്ടുണ്ട്. ബെഡൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ കാണാൻ വന്നതാണ്. പിന്നെ കിയാരൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ പ്രിയ അതാ കിയാരൻ്റെ തന്നെ ഡാൻസ് കിയാരൊക്കെ കാണിക്കുവാണ്. അപ്പോൾ ആൾക്കിങ്ങനെ നല്ല ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഡാൻസൊക്കെ കളിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിക്കുവാണ്. ബിരിയാണി. ഞാൻ ബിരിയാണി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സൈഡിലൂടെ ഒരാൾ ചിക്കൻ പീസ് കഴിക്കുവാണ് അല്ലേ? കൊക്കോ ഇരിക്കും. ഇവൾക്കുള്ള ഫുഡ് കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇവൾക്ക് ഇപ്രാവശ്യം ഞാൻ അരച്ചിട്ട് തന്നെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരോട് മിക്സിയിൽ ജസ്റ്റ് അരച്ച് തരാൻ പറഞ്ഞതാണ്. കഴിച്ച് വന്നിട്ട് ഇതാ ഭയങ്കര ക്ഷീണം ആൾക്ക് അല്ലേ? ക്ഷീണമാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട്
3/4 മണിക്കൂർ കഴിഞ്ഞ് ഇവർക്ക് ഞാൻ ഫുഡ് കൊടുത്തതാണ്. ആള് കുറച്ച് കഴിച്ചു, കുറച്ച് പിന്നെ കഴിക്കുന്നേ ഇല്ല. അങ്ങനെ കുറേ നടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ ചോറ് കൊടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ നല്ലൊരു തണുത്ത വെള്ളവും വാങ്ങി. ഒന്നും തിന്നാനും സമ്മതിക്കുന്നില്ല, കുടിക്കാനും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണിതാ. തണുത്ത വെള്ളം കുടിക്കുന്നത് വേണ്ട. എന്ത് ജ്യൂസാ? ആണെങ്കിൽ നല്ല ഇതുണ്ട്, എന്താ കുറച്ച് വെയിലും മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഇതും. ഇവക്കാണെങ്കിൽ ഉറക്കവും ഇല്ല. അപ്പോൾ നമ്മൾ പിന്നെയും താഴോട്ട് തന്നെ വന്നു. ബ്രഷ് ഒക്കെ കയ്യിൽ പിടിച്ച് കളിക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് വന്നു. അപ്പോൾ ഇവളാണെങ്കിൽ മെഡിക്കലിൽ നിന്ന് ഒരു ബോക്സ് ഒക്കെ എടുത്തിട്ട് അതിൽ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമിതയും, ഇത് അരുണേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ ഇവളും ഇതുവഴി പോകുമ്പോൾ നമ്മളെ കണ്ടതുകൊണ്ട് ഇവളും ജസ്റ്റ് സ്റ്റുഡിയോയിലോട്ട് വന്നു. അപ്പോൾ ഇവളുടെ ഒന്നിച്ചും പെട്ടെന്ന് പോയി. അങ്ങനെ ഇപ്പോൾ കുറച്ച് ആൾക്കാരുടെ ഒക്കെ ഒന്നിച്ച് പോവാറുണ്ട്. നല്ല മൂഡ് വേണം, അല്ലെങ്കിൽ പോകുമൊന്നുമില്ല. അപ്പോൾ അവിടെയുള്ള ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കാൻ പറയുന്നുള്ളതാണ്. ഫോട്ടോസല്ല, ഫ്രെയിംസ്. ഇവിടെയാണെങ്കിൽ നല്ല ഫ്രെയിംസൊക്കെ അവൈലബിൾ ആണ്. കുറേ ദൈവത്തിൻ്റെ ഫോട്ടോകളും അല്ലാതെയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവളുടെ ബർത്ത്ഡേൻ്റെ ഒരു ട്രോഫിയാണ് ഇത്. അത് എന്തോ എക്സ്ട്രാ വന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അരുണേട്ടൻ്റെ വീട്ടിൽ പോവുകയാണ്. ഇവളെയും കണ്ടതുകൊണ്ട് നമ്മൾ പോവാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഓട്ടോയിലാണ് പോകുന്നത്. പക്ഷെ എനിക്ക് നടക്കണം എന്നായിരുന്നു ആഗ്രഹം. കുറേ ആയി ഇങ്ങനെ കുറേ നടക്കാതൊക്കെ. അപ്പോൾ ഈ ഒരു കയറ്റം കയറാനുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇതിനെക്കൊണ്ട് എന്തായാലും നടക്കാൻ പറ്റില്ല, കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് എന്തായാലും ഓട്ടോ ആക്കിയിട്ട് പോയാൽ മതി. പിന്നെ എനിക്കും തോന്നി നടക്കാത്തത് നല്ലതായിരുന്നു, കാരണം നല്ല കയറ്റം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് ഞാനിതാ ഇവനെ എടുത്തതാണ്. അപ്പോൾ ഇവനാണെങ്കിൽ നല്ല ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്തോ ചിരി കുറവാണ്. ഇവൻ ചിരിക്കും നോക്ക്. ഇവിടെ നിന്നിട്ടുള്ള ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ ചായ കുടിക്കുന്നുണ്ടായതായിരുന്നു. അപ്പോൾ എനിക്ക് പാലായിരുന്നു, പിന്നെ കൊള്ളിയും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ അർജുൻ. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു, ഇവനെങ്ങാനും കയറി വന്നാലോ എന്നുള്ള പേടിയായിരുന്നു. അപ്പം ഞാൻ പേടിച്ചിട്ടാണ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. കിയാരാണെങ്കിലും പേടിയൊന്നുമില്ല, അത് അതിലേ പോകുമ്പോൾ അതിനെ നോക്കി നിൽക്കും. പിന്നെ ഈ ഒരു പട്ടിക്കുട്ടീനെയും പിടിച്ചിട്ട് കയ്യിൽ കളിക്കുവാണ്. ബോ ഇടണ്ട്, ബോ ഇവളുണ്ടല്ലോ വണ്ടിയിൽ വരുമ്പോൾ ഉറങ്ങി എണീച്ചത് മാത്രമാണ്. അതിനുശേഷം ആൾ ഉറങ്ങിയിട്ടില്ല. ഇവൾ ഉറങ്ങുമ്പോൾ ഉണ്ടല്ലോ 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ക്ലിനിക്കിലോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ കുത്തുപൊറോട്ടയും അൽഫാമും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇവക്കാണെങ്കിൽ അരുണേട്ടൻ്റെ അവിടെ നിന്ന് ഇലയുടെ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളിപ്പോൾ നല്ല ഉറക്കമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.